ഇത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഷേവിംഗ് സെറ്റ്. ഇത് നമ്മൾ വാട്ടർ ബോട്ടിലിൻ്റെ ഒക്കെ ക്യാപ്പ്. ഈ കാണുന്നത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടില്. ഈ കാണുന്നതാണ് നമ്മുടെ പെർഫ്യൂംസിൻ്റെ ഒക്കെ അടപ്പ്. ഇതെല്ലാം സാധാരണ വീടുകളിൽ മാലിന്യമായിട്ട് നമ്മൾ കളയുന്നതാണ്, അവിടെ ഇവിടെ ഉപേക്ഷിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ഉപേക്ഷിക്കാതെ ഇതുകൊണ്ടൊക്കെ ഇതിലെല്ലാം കല കണ്ടെത്തുന്ന ഒരു മനുഷ്യനുണ്ട്. കോട്ടയം കാനം സ്വദേശി സന്തോഷ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് പറയും. ആദ്യം ഇതെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? എത്ര കാലം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്? ആക്ച്വലി ഇത് നമ്മുടെ ഫ്ലോർ മാറ്റാണ്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ അലൈൻ വെള്ളത്തിൻ്റെ ബോട്ടിലാണ്. ഇത് നമ്മുടെ ഹാൻഡ് വാഷാണ്. ഇത് റൂം സ്പ്രേയുടെ ബോട്ടിലാണ്. ഇതും സ്പ്രേയുടെ ബോട്ടിലാണ്. ഇത് നമ്മുടെ സ്ട്രോ ഇല്ലേ, ജ്യൂസിൻ്റെ ഒക്കെ സ്ട്രോ ആണ്. എല്ലാം നമ്മൾ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്നത്. പിന്നെ പ്രവാസത്തിൻ്റെ വിരഹതകൾ മാറ്റാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എത്ര കാലം എടുത്തു? ഇതൊരു 3 ദിവസത്തോളം എടുത്താണ് ഇതുണ്ടാക്കിയത്. ശരിക്കും എവിടെ? കോട്ടയത്ത് കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പായിക്കാട്ട് പൊതുപ്പറമ്പിലാണ് വീട്ടുപേര്. ഇത് മാത്രമല്ല, സന്തോഷ് തോമസിന്റെ കലാവിരുത് ഇനി കുറേ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇത് മറ്റൊന്ന്, നമ്മുടെ വീടുകളിലുള്ള പല മാലിന്യങ്ങളും ചേർത്തിട്ട് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്താ സന്തോഷം ഇതൊക്കെ? ഇത് ഫ്ലൈറ്റിൽ കിട്ടുന്ന കോഫി സ്റ്റിക്ക് എന്ന് പറയും. ഷുഗർ മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ്. അതാണിത്. ഇത് നമ്മുടെ ബോഡി വാഷിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പാണ്. ഇതും അതുപോലെ തന്നെ വലിയ ഇൻ്റർലോക്ക് പാക്ക് ചെയ്യുന്നൊരു ഇതാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഫ്രൂട്ട്സ് വരുന്ന ഒരു കൊട്ടയാണ്. കൊട്ടയുടെ പാർട്സ് എടുത്തിട്ട് അത് ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. ഫ്ലാഗ് ഉണ്ട്. അത് ഓൾറെഡി റെഡ് ക്രോസിൻ്റെ ഒരു പാക്കേജ് വരുന്ന, അത് വെട്ടി കട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഇതും കുറെ നാളെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി. ഇതൊരു 4 ദിവസത്തോളം എടുത്തു. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ മെഷീൻസിന്റെ അത് നമ്മുടെ ബോർഡുകളാണ്, പാഴായി പോകുന്ന ബോർഡുകൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എത്ര വർഷമായി UAE-ലെത്തിയിട്ട്? 12 വർഷത്തോളമായി. എന്താ ജോലി? എയർപോർട്ടിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ആണ്. അതിൻ്റെ ഇടയിലാണ് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്. തന്നെയല്ല, ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കൂടുമല്ലോ. ഇതിലൂടെ വ്യാപൃതമായി കഴിയുമ്പോഴത്തേന് നമ്മുടെ അതെല്ലാം മാർക്കും. പിന്നെ ഇതായി നമ്മുടെ ലോകം. ഇതൊക്കെ മരത്തിന്റെ വേരുകളാണോ? എന്താ ഇത്? ഇത് നമ്മൾ മരത്തെ ചുറ്റി വരുന്ന ചേല എന്ന് പറഞ്ഞൊരു ഒരു വൃക്ഷമാണ്. അതൊരു മോഡേൺ ആർട്ടാണ്. ഇത് സ്പോർട്സിനെ അനുബന്ധിച്ചുള്ള ഒരു ഇതാണ്. ഗുസ്തി എന്നാണ് ഞാൻ ഇതിന് ഇട്ടിരിക്കുന്ന എൻ്റെ തീം. ഈ ഓരോ സാധനങ്ങളും ഓരോ പാഴ്വസ്തുക്കളും കാണുന്ന സമയത്ത് അതിൽ നിന്ന് എന്തുണ്ടാക്കാം, അങ്ങനെ ഒരു തോട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു വർക്ക് കണ്ടാൽ വേസ്റ്റ് എന്ത് കണ്ടാലും അതിനെ ഉപയോഗപ്രദമായിട്ട് എന്തുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എപ്പോഴും അതാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഇത് പേപ്പറിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ന്യൂസ് നമ്മുടെ വീക്കിലിയാണ്. അതിലുള്ള ഓരോ ഡിസൈനുകൾ വെട്ടിയെടുത്ത് പേപ്പർ തന്നെ ചെയ്തിരിക്കുന്നതാണ്. മൊത്തം പേപ്പർ വർക്കാണ്. ഇത് ഫൈറ്റർ എന്ന് പറയും ഫ്ലൈറ്റിൻ്റെ പേര്. ഇത് കോഫി സ്റ്റിക്കും മറ്റേ ഫ്രൂട്ട്സിൻ്റെ കൊട്ടയും കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് 2 ദിവസത്തോളമായി എടുത്തിട്ട്. ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബോക്സാണ്. അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഗുളിക ക്യാപ്സ്യൂളുകളൊക്കെ ഉണ്ടാവും. കാലം കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കളയാതെ വെച്ചിട്ടുള്ളത്. തോമസ് സാറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും കളയേണ്ടി വരില്ല. ഇങ്ങനെയുള്ള രൂപങ്ങളായിരിക്കും. എന്താണ് ഇത്? എന്തുകൊണ്ടുണ്ടാക്കി എന്ന് പറയൂ. ഇതൊരു തീമാണ്. അമ്മയും കുഞ്ഞും എന്നുള്ളൊരു തീമാണ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ക്യാപ്സ്യൂളാണ്. അതിലൂടെ ഒരു ചെറിയൊരു മോഡൽ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു സിമ്പിൾ വർക്കാണ്. ഒരു ട്രൈബൽ ലേഡി എന്നാണ് ഇന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ 2 കമ്പുകളാണ്, കവട്ട കമ്പുകളാണ്.
അത് ജോയിൻ ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ്. വേറെ നിസ്സാരം ഒരു കമ്പാണ്, 2 കമ്പൊന്ന് ജസ്റ്റ് വെട്ടി ഒട്ടിച്ചു ഒരു മോഡേൺ ആർട്ടായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ട്രൈബൽ ലേഡി എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ക്യാമലിൻ്റെ ഒരു ഓട്ട മത്സരം ഇവിടെ UAE നടക്കുന്നുണ്ട്, അതിനെ പ്രതിനിധീകരിച്ചുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ഉപയോഗം കഴിഞ്ഞ് കളയുന്ന ടിഷ്യൂ പേപ്പർ ആണ് ഇത്. പിന്നെ ഇതിൻ്റെ അകത്തെ ഫോം എന്ന് പറഞ്ഞാൽ തെർമോക്കോളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മണൽ തന്നെയാണ്, അത് ഫെവിക്കോള് വെച്ച് മണൽ റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതൊരു സിമ്പിൾ വർക്കാണ്, ഒരു ഷിപ്പിൻ്റെ ഒരു മോഡലാണ്. 12 വർഷം UAE എന്ന് പറഞ്ഞു. കുടുംബം, മക്കൾ, ഭാര്യ? കാനത്ത് പായ്ക്കാട്ട് പുതുപ്പറമ്പിൽ ആണ് എൻ്റെ കുടുംബം. കുടുംബത്ത് ഞാനും വൈഫും 2 മക്കളുമാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരൊക്കെ വിവാഹം കഴിഞ്ഞ് ഇരിക്കുന്നു. അതിലൊരു സിസ്റ്ററിൻ്റെ എൻ്റെ അളിയന് ഇത് പ്രോത്സാഹിപ്പിക്കാനും കുഞ്ഞിലെ എനിക്ക് നല്ലൊരു പ്രോത്സാഹനം ഒരു ക്ലാസ്സിൻ്റെ അടുത്ത് വിട്ടു, അതെനിക്കൊരു പ്രചോദനമായി. പിന്നെ രണ്ടാമത്തെ അളിയൻ നല്ല ഹെൽപ്പാണ്. വൈഫിൻ്റെ പേര് ദീപ സന്തോഷ്, മക്കള് ഗ്ലോറിയ, ഫെലിക്സ്, അങ്ങനെ 2 മോള് BSc നഴ്സിംഗ് കഴിഞ്ഞു, അടുത്തടുത്ത് ജോലി ചെയ്യുന്നു. മോൻ B.Pharm പഠിക്കുന്നു ബാംഗ്ലൂരിൽ. ഇവിടെ UAE ഉള്ള ബന്ധുക്കളും അവരുടെ സപ്പോർട്ട് കൂടെ നന്നായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് എനിക്ക് വലിയ സപ്പോർട്ടാണ്. ഈ വീട് എനിക്ക് അനുഭവിച്ചു തന്ന എൻ്റെ അമ്മാച്ചൻ്റെ മോളാണ്, ഫാമിലിയാണ്. അവർ നല്ല ഹെൽപ്പാണ് എനിക്ക്. പിന്നെ വേറൊരു അമ്മാച്ചൻ്റെ മോളും ഫാമിലിയും ഉണ്ട് ഷാർജയിൽ. സന്തോഷമൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടേ ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു വളരെ ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉള്ള കുട്ടിയായിരുന്നു. പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ സമയം അത് പേരൻസിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആ ആർട്ടിസ്റ്റിക് ഔട്ട്ലുക്ക് കുറവായ, പിന്നെ എല്ലാവരും ജോലി ഒരു സ്ഥാനത്ത് എത്തണമെന്നുള്ള അങ്ങനെയുള്ള ഒരു കൾച്ചറായാണ് നമ്മുടെ നാട്ടിലത്തെ കൾച്ചർ. അങ്ങനെ ആയതുകൊണ്ട് അതിനുള്ള ഒരു എൻകറേജ്മെന്റ് കൊടുക്കാനൊന്നും അന്ന് പറ്റിയിട്ടില്ല. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ജോലിയും അതേപോലെ തന്നെ നാട്ടിലുള്ളവരെ കുറിച്ചുള്ള ആദ്യം കുറേ സങ്കടങ്ങളുണ്ടാവും, ടെൻഷനില്ലാത്ത ഒരു ദിവസം ഉണ്ടാവില്ല പ്രവാസികൾക്ക്. പക്ഷേ അപ്പോഴാണ് ഇതുപോലെ സന്തോഷിനെ പോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൺമുന്നിൽ കാണുന്ന ഓരോന്നിലും കലയും ജീവനും ജീവിതവും കണ്ടെത്തി ഇങ്ങനെയുള്ള സങ്കടങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടിയിട്ട് സന്തോഷത്തോടു കൂടി കഴിയാൻ ഉള്ള ഒരു അവസരം ഒരുക്കുന്നത് ഏതായാലും വലിയ സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.